ഇന്ന് പല അസുഖങ്ങളും വരുന്നതിൻ്റെ ഒരു മെയിൻ കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡയറ്റിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളാണ്. നമ്മൾ അമിതമായിട്ട് മധുരം കഴിക്കുക, അമിതമായിട്ട് കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുമ്പം, അതേപോലെ കലോറി ചേർന്നിട്ടുള്ള ആഹാരങ്ങൾ, വറുത്ത് പൊരിച്ച ആഹാരങ്ങളൊക്കെ കഴിക്കുമ്പോഴാണ് അത് ശരീരത്തിൽ ട്രാൻസ് ഫാറ്റ് ആവുകയും രക്തക്കുഴലുകളിൽ ഈ കൊഴുപ്പടിഞ്ഞു കൂടുകയും ബ്ലോക്കേജ് വരും, സ്ട്രോക്കിൻ്റെ പ്രശ്നങ്ങളും ഹൃദ്രോഗത്തിൻ്റെ ബുദ്ധിമുട്ടുകളും ഡയബറ്റീസും ഫാറ്റി ലിവറൊക്കെ രൂപപ്പെടുന്നത്. അപ്പം നമ്മുടെ ഡയറ്റിലെ ആ ഒരു ചേഞ്ചസ് ഒന്ന് അതായത് നമ്മളിപ്പോൾ കഴിക്കുന്നതിൽ നിന്നും കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരും, അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഷുഗർ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളെ ഭക്ഷണത്തിൽ നിന്നും ഷുഗറിൻ്റെ ഇൻടേക്ക് കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന ചേഞ്ചസുകൾ ഒന്ന് നോക്കാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ്. ഈ ഡയറ്റ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്കിപ്പോൾ വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട്, മധുരം കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യണോ, അല്ലെങ്കിൽ മധുരം കംപ്ലീറ്റ് ആയിട്ട് കുറച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമോ? ഞാൻ പേഴ്സണലി പറയാറ്, ഇപ്പോൾ ഡയറ്റ് എടുക്കുന്ന അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ടീഷൻസിന് വേണ്ടി നമ്മൾ ഡയറ്റ് എടുക്കുന്ന സമയത്തായാലും നമ്മൾ ഷുഗർ കംപ്ലീറ്റ് ആയിട്ടും ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മളെ ബോഡി ഹൈപ്പോഗ്ലൈസിമിക് ആവും. അതായത് ഒരു ഷുഗർ ലോ സ്റ്റേജിലോട്ട് പോവുകയും നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ എപ്പോഴും ബാലൻസ്ഡ് ആക്കിയിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. നമ്മളിപ്പോൾ 2 നേരം മധുരം ഇട്ടിട്ടുള്ള ചായ കുടിക്കുന്നുണ്ടെങ്കിൽ അത് 1 നേരമാക്കി മധുരം കുറച്ച് കുടിക്കാൻ ശ്രമിക്കുക. അതേപോലെ 2 നേരം നമ്മൾ റൈസ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് 2 നേരത്തിൽ നിന്ന് 1 നേരമാക്കി അതും ബ്രൗൺ റൈസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഇങ്ങനെ റെഡ്യൂസ് ചെയ്ത് പതിയെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ബോഡീനെ ആ ഒരു രീതിയിൽ നമുക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ ക്രേവിങ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഈ ഷുഗർ എന്ന് പറയുമ്പം നമുക്ക് ബോഡിയിൽ ആവശ്യമായിട്ടുള്ള ഒരു എനർജി സോഴ്സ് ആണ്. പക്ഷെ അതിൻ്റെ ഇൻടേക്ക് കൂടിക്കഴിഞ്ഞാൽ അത് ഡയബറ്റിസും ഫാറ്റി ലിവറും PCOD തൈറോയിഡ് ഇഷ്യൂസൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസുകൾ കൂടുതലാണ്. അപ്പോൾ ഷുഗർ കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അതിൽ കാർബോഹൈഡ്രേറ്റ്സ് വേണം, പ്രോട്ടീൻസ് വേണം, അതേപോലെ വൈറ്റമിൻസും ഫൈബേഴ്സും ഉൾപ്പെടുത്താവുന്നതാണ്. ഇതെല്ലാം തുല്യമായാലുള്ളൂ നമ്മൾ അതിനൊരു സമീകൃത ആഹാരം എന്ന് പറയുന്നത്. പക്ഷേ ചില കണ്ടീഷൻസ് വരുമ്പോൾ നമ്മൾ പ്രോട്ടീൻസിന് കുറയ്ക്കണം, മറ്റു ചില കണ്ടീഷൻസ് വരുമ്പോൾ ഫാറ്റ്സിനെ റെഡ്യൂസ് ചെയ്യണം. അത് ഓരോ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ നിങ്ങൾക്ക് വേറെ കണ്ടീഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു വെയിറ്റ് കൂടിയിട്ടുള്ള ഒരു കംപ്ലൈൻറ്റ് ആണെങ്കിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റാണ് കൊണ്ടുവരേണ്ടത്. ഈ ഷുഗർ കുറച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹെൽത്തി ഫാറ്റ്സുകളൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലൊരു ചേഞ്ചസ് ഫീൽ ചെയ്യും. ഇപ്പം ഈ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഇഷ്യൂസ് അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാവുന്ന ഈ ഉറക്കക്കുറവിൻ്റെത്, പഠനത്തിലെ ബുദ്ധിമുട്ടുകൾ, കോൺസെൻട്രേഷൻ ഡിഫിക്കൽട്ടീസ്, ബ്രെയിൻ ഫോഗിൻ്റെ ഇഷ്യൂസൊക്കെ ക്ലിയർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഇനം കൊഴുപ്പുകൾ കഴിക്കണമെന്ന് പറയാറുണ്ട്. അതിൽ നിങ്ങൾക്ക് നെയ്യ് കഴിക്കാം, വെണ്ണ കഴിക്കാം, പാല് കഴിക്കാവുന്നതാണ്, മുട്ട കഴിക്കാവുന്നതാണ്. ഇതൊക്കെ നമ്മുടെ ആ ഒരു ബ്രെയിൻ ഫങ്ഷനിങ് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ പ്രായമായിട്ടുള്ള ആളുകളാണെങ്കിൽ, ഇതിനോടൊക്കെ ഒരു അവേർഷൻ താല്പര്യമില്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് നട്ട്സുകൾ കഴിക്കാം. നട്ട്സുകളുള്ള നല്ല കൊഴുപ്പുകളും നല്ല ഇനം പ്രോട്ടീൻസുകളും അതിലടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നട്ട്സിൻ്റെ ഒരു കോമ്പിനേഷൻ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി നിങ്ങളിപ്പം പ്രോട്ടീൻ്റെ കേസ് നോക്കുന്ന സമയത്തായാലും പ്രോട്ടീൻസ് എന്താണ്, എസ്പെഷ്യലി മസിൽ ഡെവലപ്മെൻറ്റ്സിനും അതേപോലെ തന്നെ പല ന്യൂറൽ കോർഡിനേഷൻസിനും ഒക്കെ പ്രോട്ടീൻസ് സഹായിക്കുന്നുണ്ട്. അപ്പം മസിൽസിനും എല്ലാത്തിനും ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസ് നമ്മൾ ഡെയിലി കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ, ലൈക്ക് ഇപ്പം നിങ്ങൾക്കിപ്പോൾ കിഡ്നി അല്ലെങ്കിൽ വൃക്ക സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ആളുകൾ പ്രോട്ടീൻ്റെ ഇൻടേക്ക് കുറയ്ക്കണം. കാരണം ആ ഒരു ഫിൽട്രേഷൻ അതിനെ എഫക്റ്റ് ചെയ്തിട്ട് അത് നമുക്ക് ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ ചാൻസസുകളുണ്ട്. അപ്പോൾ പ്രോട്ടീൻ്റെ ഇൻടേക്ക് മിതമായ രീതിയിൽ മാത്രം എടുക്കാൻ ശ്രമിക്കുക. പ്രോട്ടീൻ എന്ന് പറയുമ്പം ധാന്യങ്ങൾ നന്നായിട്ട് കഴിക്കുക, മുളപ്പിച്ച ആഹാരങ്ങളൊക്കെ നന്നായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മസിൽ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഡൈജഷൻ കുറച്ചൊന്ന് സ്മൂത്ത് ആക്കാൻ സഹായിക്കുന്നതാണ്. ഈ ധാന്യങ്ങൾ കഴിക്കുമ്പം എപ്പോഴും അത് ചൂടോടുകൂടി തന്നെ കഴിക്കാൻ ശ്രമിക്കുക. അത് ചൂടാറിയതിന് ശേഷം കഴിക്കുമ്പം അതിലെ ആ ഒരു ഫാക്ടേഴ്സ് നമുക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പ്രോട്ടീൻസ് ഒക്കെ നന്നായിട്ട് ചൂടോടുകൂടി തന്നെ, എസ്പെഷ്യലി ധാന്യങ്ങൾ ചൂടാക്കി തന്നെ കഴിക്കാൻ ശ്രമിക്കുക. മുളപ്പിച്ച ധാന്യങ്ങളൊക്കെ ആണെങ്കിൽ ഹാഫ് ബോയിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സാലഡുകളിൽ മിക്സ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ വയറും നിറയും, നമ്മുടെ വെയിറ്റ് ലോസിനും അത് സഹായിക്കുന്നതാണ്. അപ്പോൾ ഫാറ്റ്സും പ്രോട്ടീൻസും ഈ ഒരു കോമ്പിനേഷനിൽ കഴിക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഫ്രൂട്ട്സിലൊക്കെ എസ്പെഷ്യലി പേരക്കയിലൊക്കെ നന്നായിട്ട് ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ആപ്പിൾ നന്നായിട്ട് കഴിക്കുക, പൈനാപ്പിൾ, പപ്പായ, ഇതിലൊക്കെ ധാരാളം ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് നമ്മൾ ജ്യൂസി ഫോം ആക്കി കഴിക്കുമ്പോൾ ഈ ഫൈബർ കണ്ടന്റ് നഷ്ടപ്പെട്ടു പോവുകയും അത് പിന്നെയും ഷുഗർ കൂടുകയും വെയിറ്റ് കൂടാനുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുമ്പം അതിൻ്റെ ആ ഒരു റോ ഫോമിൽ തന്നെ കഴിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഫ്രഷ് ഫോമിൽ തന്നെ കഴിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക്
4 to 12 kg കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ്. അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം, അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ്. ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇനി നമ്മൾ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഫാക്ടേഴ്സിൽ വരുമ്പം നമ്മൾ എപ്പോഴും ഈ വെയിറ്റ് കുറയ്ക്കാനും മറ്റ് കണ്ടീഷൻസ് വരുമ്പം ചോറ് കുറയ്ക്കണം എന്നാണ് പറയാറുള്ളത്. ചോറ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം. ലൈക്ക് ഇപ്പോൾ ബ്രൗൺ റൈസ് ഒക്കെ നന്നായിട്ട് കഴിക്കുകയാണെങ്കിൽ അത് വയറ് നിറയുകയും ചെയ്യും. നമുക്ക് മറ്റുള്ള ബുദ്ധിമുട്ടുകളിലെല്ലാം കുറച്ച് കൊണ്ടുവരാൻ സഹായിക്കുന്നത്. എന്ന് കരുതി നമ്മൾ വെള്ള അരി നന്നായിട്ട് കഴിക്കുക, 2 നേരം കഴിക്കുമ്പോഴാണ് അത് ക്ഷീണത്തിൻ്റെ പ്രശ്നങ്ങളും ശരീരത്തിൽ നീർക്കെട്ടുകളൊക്കെ കൂട്ടുന്നത്. കഴിവതും നമ്മൾ രാത്രി കാലങ്ങളിൽ ഈ റൈസ് കഴിക്കുന്ന ശീലങ്ങൾ ഉണ്ടെങ്കിൽ അത് കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക. ആ സമയങ്ങളിൽ നമ്മൾ ലൈറ്റ് ഫുഡ് മാത്രം പ്രിഫർ ചെയ്യുക. നമുക്കിപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒരു എനർജി കിട്ടണമെങ്കിൽ, നമുക്കൊരു ഗുഡ് ഫീലിംഗ് ഉണ്ടാവണമെങ്കിൽ നൈറ്റിൽ ലൈറ്റ് ഫുഡ് മാത്രം കഴിക്കുക. അതായത് ഒരു മിതമായ രീതിയിൽ മാത്രം ആഹാരം കഴിച്ച് നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ നല്ലൊരു ഗുഡ് സ്ലീപ്പും കിട്ടും. ഒരു മോർണിംഗിൽ ഒരു ഗുഡ് ഫീലിംഗ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ റൈസ് കഴിക്കുന്ന സമയത്ത് ബ്രൗൺ റൈസ് പ്രിഫർ ചെയ്യുക. അത് ഒരു നേരം മാത്രമാക്കി കഴിക്കാൻ ശ്രമിക്കുക. അതായത് ഉച്ച സമയങ്ങളിൽ മാത്രം കഴിക്കാൻ ശ്രമിക്കുക. ഇനി നമ്മൾ കാർബോഹൈഡ്രേറ്റ്സിൽ വരുന്നതാണ് മധുരപാനീയങ്ങൾ, മധുര പലഹാരങ്ങൾ. ഇതിലൊക്കെ ഹൈ കലോറിയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഒക്കേഷണലി കഴിക്കാവുന്നതാണ്. ഡെയിലി കഴിക്കുമ്പോഴാണ് അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമ്മൾ ഒരു ബിസ്ക്കറ്റ് കഴിക്കുമോ അല്ലെങ്കിൽ ഒരു കേക്ക് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. അതൊരു ചീറ്റ് ഡേ ആക്കി കണ്ടാൽ മതി. അപ്പം നമുക്ക് ആ ഒരു ഫോമിൽ കഴിക്കാൻ ശ്രമിക്കുക. ദെൻ നിങ്ങളിപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കോമ്പിനേഷൻ എടുക്കുമ്പോൾ നമ്മൾ ഒരു പ്ലേറ്റിൻ്റെ 1/4 മാത്രം നമ്മൾ റൈസ് കഴിക്കുക. മറ്റുള്ള 3/4 കാര്യങ്ങളിൽ പ്രോട്ടീൻസ്, ഹെൽത്തി ഫാറ്റ്സുകൾ, ഫൈബേഴ്സുകളൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. എസ്പെഷ്യലി തിളപ്പിച്ചാറിയ വെള്ളം തന്നെ നന്നായിട്ട് കുടിക്കാൻ ശ്രമിക്കുക. ഈ കഫക്കെട്ടിൻ്റെ പ്രശ്നങ്ങൾ, ടോൺസിലൈറ്റിസ് ഇഷ്യൂസ് ഉള്ള ആളുകളൊക്കെ ആയാലും ചൂടുള്ള പാനീയങ്ങൾ തന്നെ കുടിക്കാൻ ശ്രമിക്കുക. തണുത്ത പാനീയങ്ങൾ കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക. ദെൻ അതിനോടൊപ്പം തന്നെ വർക്കൗട്ടുകൾ നല്ല രീതിയിൽ ചെയ്യുക. അതിപ്പോൾ കാർഡിയോ വർക്കൗട്ടുകൾ, കാഫ് മസിൽ റേസിങ് എക്സസൈസുകൾ, സ്ട്രെച്ചിങ് എക്സസൈസുകൾ, സ്ട്രെങ്തനിങ് എക്സസൈസുകളൊക്കെ ഡെയിലി ബേസിസിൽ ചെയ്യാൻ ശ്രമിക്കുക. ദെൻ ഭക്ഷണത്തിനോടൊപ്പം തന്നെ നന്നായിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ കോമ്പിനേഷൻ കഴിക്കുക. അതായത് നട്ട്സിൻ്റെ ഒക്കെ കോമ്പിനേഷൻസ് കഴിക്കാൻ ശ്രമിക്കുക. ഫ്രൂട്ട്സ് എന്ന് പറയുമ്പം അത് റോ ഫോമിൽ കഴിക്കുക, ജ്യൂസി ഫോമാക്കി പ്രിഫർ ചെയ്യരുത്. വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുന്ന സമയത്ത്, നമ്മളിപ്പം കുക്കുംബറൊക്കെ കഴിക്കുന്ന സമയത്ത് പലരും തൊലി കളഞ്ഞിട്ട് കഴിക്കുന്ന ശീലങ്ങളുണ്ട്. തൊലിയൊന്നും ഒരിക്കലും കളയരുത്. നമ്മളത് സർക്കിളിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ തൊലിയോട് കൂടി തന്നെ കഴിക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ആപ്പിളൊക്കെ കഴിക്കുന്ന സമയത്തായാലും ആ തൊലിയോട് കൂടി തന്നെ കഴിക്കാൻ ശ്രമിക്കുക. ദെൻ നമ്മൾ നന്നായിട്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക. കാരണം ഇമ്മ്യൂണിറ്റി ലോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരും. അപ്പോൾ ആ ഒരു സമയത്ത് അത് മേക്കപ്പ് ചെയ്യണമെങ്കിൽ വൈറ്റമിൻ സി ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. നെല്ലിക്ക കഴിക്കാം, മൊസമ്പി, ഓറഞ്ച്, നാരങ്ങയൊക്കെ നന്നായിട്ട് കഴിക്കുക. അതേപോലെ പേരൊക്കെ നന്നായിട്ട് കഴിക്കാൻ ശ്രമിക്കുക. അതൊക്കെ വയറ് നിറയ്ക്കാൻ ഇത് സഹായിക്കുന്നതാണ്. ദെൻ അതിനോടൊപ്പം തന്നെ സീഡ്സുകളുടെ ഒരു കോമ്പിനേഷൻ കഴിക്കുക. ലൈക്ക് ഇപ്പോൾ ഫ്ലാക്സ് സീഡ്സ്, പംകിൻ സീഡ്സ്, ചിയ സീഡ്, സൺഫ്ലവർ സീഡ്സ്. ഇതിൻ്റെ എല്ലാം ഒരു റോ ഫോമിൽ അല്ലെങ്കിൽ ഇതൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം പൗഡർ ഫോമിലൊക്കെ കഴിക്കാവുന്നതാണ്. പാല് കഴിക്കാൻ പറ്റുമോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. പാലൊരു ഇൻഫ്ലമേറ്ററി ഫാക്ടർ ആയതുകൊണ്ട് തന്നെ അതിനൊന്ന് കൺട്രോൾ ചെയ്യുക. എടുക്കുകയാണെങ്കിൽ തന്നെ സ്കിംഡ് മിൽക്ക് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ നമ്മൾ ഡെയിലി ബേസിസിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാനും അതേപോലെ മറ്റസുഖങ്ങൾ കൺട്രോൾ ചെയ്ത് വരാവുന്നതാണ്. ഇനി ഷുഗർ കുറച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു ബാലൻസ് ഡയറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേപോലെ ഫാറ്റി ലിവർ, വെയിറ്റ് കുറയ്ക്കാൻ, വാദത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ, വൃക്ക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാം നമുക്ക് ഒരു പരിധി വരെ റിഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. സിവിയർ കേസസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിൻ്റെതായ മെഡിക്കേഷൻസ് എടുക്കേണ്ടതാണ്. സോ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.